അങ്ങനെ ഞങ്ങൾ പാതിരാത്രി 1 മണിയായപ്പോൾ ട്രെയിനിൽ കയറി നമ്മൾ വിചാരിച്ചു സുഖമായി കിടന്നുറങ്ങാമെന്നൊക്കെ. പക്ഷേ പറ്റിയില്ല. RAC ആയതുകൊണ്ട് ഞാനും നൈഹും ഒപ്പം കിടന്നു കേട്ടോ. അങ്ങനെ അവർ സുഖമായി കിടന്നു, എനിക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പിള്ളേരൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്രയോൺസും ബുക്കും പെൻസിലും റബ്ബറും കട്ടറൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, ഒതുങ്ങൊന്നും ഇരുന്നില്ല കേട്ടോ. പിന്നെ രാജധാനി എക്സ്പ്രസ് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് അതിൽ നിന്ന് തന്നെ കിട്ടും. വലിയ തിരക്കേടില്ലാത്ത ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ ഇറങ്ങിയിട്ട് നിസാമുദ്ദീൻ നിന്ന് ഒരു ലോക്കൽ ട്രെയിനിൽ സ്ലീപ്പറിലാണ് പോയത്. വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. എന്നാലും സഹിച്ച് ഒരു അരമണിക്കൂർ ഇരുന്ന് നമ്മൾ ന്യൂഡൽഹി എത്തി. ന്യൂഡൽഹിയിൽ ഒരു നമ്മുടെ കേരള ഹോട്ടൽ ഉള്ളതുകൊണ്ട് അവിടുന്ന് കുറച്ച് മസാല ദോശയൊക്കെ കഴിച്ചു നമ്മൾ നേരെ വന്ദേ ഭാരതിൽ അംബാലയിൽ ഇറങ്ങി കേട്ടോ. അവിടെ എത്തിയിട്ട് അവിടെ ഒരുമാതിരി സ്ഥലം എങ്ങനെയൊക്കെയോ എനിക്ക് കുറച്ച് ക്ഷമ ദൈവം തന്നതുകൊണ്ട് ഞാൻ സഹിച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഈ പിള്ളേരും വെച്ചിട്ട് നമുക്ക് 2-3 ട്രെയിനൊക്കെ കയറാൻ ഭയങ്കര പാടാണ്. കുറേ ലഗേജും ഉണ്ട്. അങ്ങനെ നമ്മൾ അംബാലയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ ക്വാർട്ടേഴ്സിലെത്തിയിട്ടോ. രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ ക്വാർട്ടേഴ്സിലെത്തിയിട്ടോ. ക്വാർട്ടേഴ്സിലാകെ പൊടി പിടിച്ച് ഭയങ്കരമായിട്ട് കിടക്കണ്ടായിരുന്നു. ഫ്രിഡ്ജൊക്കെ ആകെ കുളമായിട്ടാണ് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എത്തി, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.